ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഹനുമാൻ്റെ പ്രയത്നത്താൽ രാമനും ലക്ഷ്മണനും മറ്റു വാനരന്മാരും ബോധക്ഷയത്തിൽ നിന്നും മുക്തരാവുകയും അവർ ഉണർന്ന് എഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അതിനുശേഷം വാനരന്മാർ അലറി കുതിച്ച് ഉണർന്നപ്പോൾ ആപത്തുണ്ടായിരിക്കുന്നു എന്ന് രാവണന് മനസ്സിലാകുന്നു. രാവണൻ പറഞ്ഞു, വിധിയുടെ നിശ്ചയങ്ങൾക്ക് ഇളക്കമില്ല. ലങ്കാനഗരം നരവാനരന്മാർ നിമിത്തം നശിക്കും. ശ്രീരാമനും ലക്ഷ്മണനും വാനരസേനയും ഒരു രാത്രി കഴിയുന്നതിനു മുമ്പ് തന്നെ പുനർജീവിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ സൈന്യത്തിൽ പക്ഷേ മരിച്ചവരാരും തന്നെ വീണ്ടും ജീവിക്കുന്നില്ല. ശ്രീരാമനും ലക്ഷ്മണനും വാനരന്മാരും വീണ്ടും വീണ്ടും ജീവിക്കുന്നു. അവർ മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു. ഇത്തരം വീരന്മാർ ലങ്കാപുരത്തിൽ ഇല്ല. സുഗ്രീവനെയും രാമനെയും ലക്ഷ്മണനെയും വധിച്ചതാണ്. കൊന്നാലും മരിക്കാത്ത ശത്രുക്കളാണ് അവർ. ലങ്കാപുരിയിൽ വീരന്മാർ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ യുദ്ധം തുടർന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ലങ്കയുടെ ഗോപുരങ്ങൾ അടയ്ക്കണം. ലങ്കാപുരിയിലേക്ക് ആരെയും കടത്തരുത്. 4 ഗോപുരങ്ങളും അടയ്ക്കുക. ഇങ്ങനെ രാജാവ് കൽപ്പിച്ചു. രാജാവിൻ്റെ കൽപ്പന കിട്ടിയ ഉടൻ തന്നെ രാക്ഷസ പടയാളികൾ 4 ഗോപുര വാതിലുകളും അടച്ച് സാക്ഷയിട്ടു. ഇനി ചന്ദ്രനും സൂര്യനും വായുവും പോലും അതിനുള്ളിൽ കടക്കുകയില്ല എന്ന് അവർ നിശ്ചയിക്കുന്നു. 5 ദിവസത്തേക്ക് ഗോപുരത്തിൻ്റെ വാതിലുകൾ തുറന്നില്ല. ഇത് കണ്ട് സുഗ്രീവൻ ചിരിച്ചുകൊണ്ട് ആലോചിച്ചു. എല്ലാവരോടുമായി സുഗ്രീവൻ പറയുകയാണ്, രാവണൻ കതകടച്ച് അകത്ത് ഇരിക്കുന്നു. യുദ്ധം ജയിച്ചു എന്നാണ് അവൻ്റെ വിചാരം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ പടിഞ്ഞാറേ ഗോപുരത്തിൽ സുഗ്രീവൻ എത്തിച്ചേർന്നു. രഘുപതി സമുദ്രത്തിൻ്റെ തീരത്ത് ഇരിക്കുന്നു. തൊട്ടടുത്ത് ലക്ഷ്മണൻ. 4 വശത്തും വാനര സൈന്യം. ഹനുമാൻ, വിഭീഷണൻ, ജാംബവാൻ 3 പേരും കൈകൂപ്പിക്കൊണ്ട് മുമ്പിൽ നിൽക്കുന്നു. സുഗ്രീവനെ രാമസവിധത്തിലേക്ക് അവർ നയിച്ചു. വാനര രാജാവ് രഘുപതിയെ വന്ദിച്ചു. ലക്ഷ്മണൻ്റെ പാദങ്ങളിൽ തൊട്ടു വന്ദിച്ചു. ശ്രീരാമൻ ചോദിച്ചു, ലങ്കാപതി എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? 4 ഗോപുര വാതിലുകളും അടച്ചിരിക്കുകയാണ്. 5 ദിവസമായി എന്തുകൊണ്ട് രാവണൻ യുദ്ധത്തിന് വരുന്നില്ല? മിത്രമേ സുഗ്രീവ, അങ്ങേക്കറിയാമോ എന്താണ് കാരണം? അപ്പോൾ സുഗ്രീവൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പ്രഭു, അറിയില്ല. ആപത്താണ് എന്നു കരുതി ഒരു പക്ഷേ വാതിലുകൾ അടച്ചതാകാം. അപ്പോൾ ശ്രീരാമൻ ജാംബവാനോട് പറഞ്ഞു, അല്ലയോ ജാംബവ, അങ്ങ് എന്തു വേണം എന്ന് ആലോചിച്ച് പറയുക. ഉടൻ തന്നെ ജാംബവാൻ രാമനോട് ഇങ്ങനെ പറഞ്ഞു, വാനരന്മാരെ അയക്കുക, തീ കൊടുക്കുക. ഇങ്ങനെ ജാംബവാൻ പറഞ്ഞതു കേട്ടപ്പോൾ സുഗ്രീവൻ വലിയ വലിയ വാനര നായകന്മാരെ ലങ്കയിലേക്ക് അയച്ചു. സുഗ്രീവൻ്റെ ആജ്ഞ കിട്ടിയ ഉടൻ തന്നെ ഭീമാകാരന്മാരായ വാനരന്മാർ ലങ്കാപുരിയിലേക്ക് കുതിച്ചു. ലങ്കാപുരി കുരങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞു. വിവസ്ത്രകളായി കിടന്നുറങ്ങുന്ന യുവതികളെ വാനരന്മാർ കടിച്ചും മാന്തിയും ഉണർത്തി. വസ്ത്രങ്ങൾ വാരി ചുറ്റിക്കൊണ്ട് അവർ എഴുന്നേറ്റ് ഓടുന്നതു കണ്ട് കുരങ്ങന്മാർ പല്ലിളിച്ച് ചിരിച്ചു.
ചില വാനരന്മാർ കലവറ തുറന്ന് നെയ്ക്കുടങ്ങളും വസ്ത്രക്കെട്ടുകളും എടുത്തുകൊണ്ടുവന്നു. ആജ്ഞ കിട്ടിയവർ ഓരോരുത്തരായി വന്നുകൂടി. ലങ്കാനഗരത്തിൻ്റെ കോട്ടയ്ക്കു മുകളിലിരുന്നു കൊണ്ട് കുരങ്ങന്മാർ നാരായണ തൈലകലശം തുറന്ന് വസ്ത്രക്കെട്ടുകൾ നെയ്യിലും തൈലത്തിലും നനച്ചുകൊണ്ടിരുന്നു. ആ രാത്രിയിൽ തന്നെ കോടി കോടി വാനരന്മാർ ചേർന്ന് ലങ്കാനഗരത്തിനു തീ കൊടുക്കുവാൻ തുടങ്ങി. ഓരോ വാനരന്മാരും 2 തീപ്പന്തങ്ങളുമായി ചാടിച്ചെന്ന് ലങ്കയിലെ ഓരോ വീടുകളിലും തീ വെച്ചു. വലിയ വലിയ കൊട്ടാരങ്ങൾ കത്തി അമർന്നു. രക്ഷിക്കേണമേ എന്ന ശബ്ദം അവിടെ മുഴങ്ങി. ചിലർ വസ്ത്രം ധരിക്കാതെ തന്നെ പേടിച്ചോടി. ചിലർ വെള്ളത്തിൽ ചെന്നു ചാടി. അപ്പോൾ മഹാബലവാനായ ഹനുമാൻ കോട്ടമേൽ ഇരുന്നു കൊണ്ട് എല്ലാം നിരീക്ഷിച്ചു. തലമുടിയിൽ പിടിച്ച തീ കെടുത്തിയിട്ട് കരയ്ക്കു കയറിയവർ ഹനുമാൻ എറിഞ്ഞ പന്തം കൊണ്ട് മുഖത്തിന് തീ പിടിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് ചാടി. അങ്ങനെ രണ്ടാമത് ഒരു ലങ്കാദഹനം കൂടി ലങ്കയിൽ നടക്കുന്നു. ആദ്യത്തെ ലങ്കാദഹനത്തിൽ ഹനുമാൻ മാത്രമായിരുന്നു പങ്കെടുത്തത് എങ്കിൽ രണ്ടാമത്തെ ദഹനത്തിൽ ഹനുമാൻ്റെ സാന്നിധ്യം വളരെ ചെറുതായിരുന്നു. കൂടുതൽ ആക്രമണങ്ങളും നടത്തിയത് മറ്റു കുരങ്ങന്മാരായിരുന്നു. അങ്ങനെ ലങ്കാനഗരം രണ്ടാമത്തെ തവണയും കത്തിയെരിഞ്ഞു. ഹരേ കൃഷ്ണ. ലങ്കയിലെ ആനയും കുതിരയും തീ പിടിച്ച് ചത്തുവീണു. മയിലുകളും കോഴികളും കത്തി വീണു. അപ്പോൾ അംഗദൻ ഹനുമാനോട് പറഞ്ഞു, 4 പേർ പന്തവും കൊളുത്തി പിടിച്ചുകൊണ്ട് 4 ഗോപുര ദ്വാരങ്ങളിലും ഇരിക്കണം. ഗോപുരത്തിലൂടെ ആരെങ്കിലും ഇറങ്ങി വന്നാൽ അവരുടെ മുഖത്ത് തീ കൊളുത്തണം. അങ്ങനെ തീ പേടിച്ചു പുറത്തു ചാടിയവരുടെ മുഖങ്ങളിലെ രോമങ്ങളിൽ കുരങ്ങന്മാർ തീ പിടിപ്പിച്ചു. രാക്ഷസന്മാർ പരക്കം പാഞ്ഞു. അവരുടെ സങ്കടം കണ്ട് വാനരന്മാർ കൈകൊട്ടി ചിരിച്ചു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.